ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 6 തിരുവചനത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ കൈക്കൊണ്ടതുപോലെ അദ്ദേഹത്തിൽ തന്നെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ മശിഹായിൽ തന്നെ ജീവിക്കണമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചില്ലേ? കർത്താവിനെ ഇങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് പറയുകയാണ്. എന്താണ്? നമ്മുടെ കർത്താവായ യേശുമിശിഹായെ. യേശു എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അവനൊരു ചരിത്ര പുരുഷനാണ് എന്നുള്ളതാണ്. ചരിത്രപരമായി അവന് നൽകപ്പെട്ട ഒരു പേരാണ് യേശു എന്ന് പറയുന്നത്. മശിഹ എന്ന് പറയുന്നത് അവനെ പറ്റിയുള്ള വാഗ്ദാനാണ്. പഴയ നിയമത്തിൽ ഉണ്ടാകാനിരിക്കുന്ന വാഗ്ദത്തമായിട്ട് ഇസ്രായേൽക്കാർ കാത്തിരുന്ന പ്രവചനങ്ങളുടെ പൂർത്തിയാണ് യേശുക്രിസ്തുവിൽ നിറവേറിയത് എന്ന് സൂചിപ്പിക്കുന്നത്. കർത്താവ് എന്ന് പറയുന്നത് യേശുവിനെ അവൻ സകലത്തിൻ്റെയും കർത്താവും രക്ഷകനുമാണെന്നുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. ഈ 3 തലത്തിലും യേശുവിനെ സ്വീകരിച്ചവരാണ് ക്രൈസ്തവർ എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ യേശുവിനെ ഉൾക്കൊണ്ടതുപോലെ നിങ്ങൾ എന്തായിരിക്കണം? അവനിൽ ആയിരിക്കണം. യേശുവിൽ തന്നെ നമ്മൾ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൽ ആയിത്തീർന്നവർ യേശുവിൽ വളരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ യേശുവിൽ വളരുക? അവൻ്റെ വചനത്തെ കൂടുതൽ ധ്യാനിച്ച്, അവനെ കൂടുതൽ ആരാധിച്ച്, അവൻ്റെ സ്വഭാവങ്ങളും അവൻ്റെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരുവാൻ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹകരമായിട്ടുള്ള പ്രഭാതം നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ വക്താക്കളാകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കുറച്ചുകൂടെ അനുകരിക്കുവാൻ ഈ ദിവസം നമുക്ക് കൃപ നൽകട്ടെ. യേശു നമ്മുടെ കർത്താവും രക്ഷകനും ആണ് എന്നുള്ള സന്ദേശം, യേശു മശിഹായാണെന്നുള്ള സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ ഈ പ്രഭാതം നമുക്ക് ഇടയായി തരട്ടെ. അതിന് ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നാമം മാത്രം മഹത്വമുള്ളതായി തരട്ടെ.